listen to you. May I also invite Mr. V.C. Venugopal, who is the MP and also the AICC General Secretary, for the translation. K.C. Venugopal ji, V.D. Satishan ji, E.T. Mohammed ji, A.P. Anil Kumar ji, K.M. Saji ji, George Thomas ji, P.T. Babu ji, C.T. Adhil ji, C.T. Abdul Latif ji, brothers and sisters, friends, I'd like to welcome all of you here today. വേദിയിലെ ജനപ്രതിനിധികളായിട്ടുള്ള സുഹൃത്തുക്കളെ, മറ്റ് സഹോദരി സഹോദരന്മാരെ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സഹപ്രവർത്തകരും, നിങ്ങളെല്ലാവരെയും ഇവിടത്തേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് സന്തോഷമുണ്ട്. I commend the Chetyan Todika family for setting up a community space, Sahayanam, in Chennammangalur village. ഈ ചേന്നമംഗലം ഗ്രാമത്തിലെ ഇതുപോലെയുള്ള ഒരു സായാഹ്നം എന്ന ഒരു മഹത്തരമായ സംരംഭത്തിന് തുടക്കം കുറിച്ച ചിട്ടിയാങ്കുൽ ഫാമിലിയെ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ സന്ദർഭം ഞാൻ ആഗ്രഹിക്കുകയാണ്. This is a fitting tribute to the memory of Sri C.T. Jabbar Ustad, who taught generations of students in the village and nurtured progressive values. ഇത് യഥാർത്ഥത്തിലുള്ള ഒരു സ്മരണയാണ്. ഇവിടെ ജീവിച്ച ഉസ്താദിനോടുള്ള ഏറ്റവും വലിയ സ്മാരകമായിട്ട് മാറുന്ന ഒന്നായിട്ട് മാറും. നൂറ്റാണ്ടുകളായി, ഒരുപാട് നാളായിട്ട് ഈ നാടിനെ സേവിച്ച് ഈ നാടിൻ്റെ ജീവിത പ്രവർത്തനങ്ങളിൽ പങ്കാളിയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കുള്ള ഒരു ഒന്നാന്തരം ഉദാഹരണമാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ജബ്ബാർ ഉസ്താദ്. And today, when I was up in the hall, I was thinking to myself how this journey must have begun. അതിൻ്റെ മുകളിലെ ഹോളിൽ ഇരിക്കുമ്പോൾ ചിന്തിക്കുകയായിരുന്നു ഈ യാത്ര എങ്ങനെയാണ് തുടങ്ങിയത് എന്ന്. Not just the journey of the center, but the journey of all the people who live here. ഈ കേന്ദ്രത്തിലെ യാത്ര തുടക്കമല്ല, ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളുടെ എല്ലാം യാത്ര എങ്ങനെയാണ് തുടങ്ങിയത് എന്ന്. I thought about the people who might have left this village many years ago and gone to the Gulf with nothing. ഞാൻ വിചാരിക്കുകയായിരുന്നു, ഈ ഗ്രാമം വിട്ട് ഗൾഫ് നാടുകളിലേക്ക് പോയി ജീവിതമാർഗം തേടിയവർ, ഒന്നുമില്ലാതെ തിരിച്ചു വന്ന ആളുകളെ കുറിച്ചൊക്കെ തന്നെ ഓർക്കുകയായിരുന്നു. In search of opportunity. അവസരങ്ങൾ തേടി യാത്ര ചെയ്തതിൻ്റെ ഭാഗം. And then after many years of hard work, their success became the success of this village. അങ്ങനെ വളരെ നാളത്തെ ദീർഘമായിട്ടുള്ള കഠിനാധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള അവരുടെ പ്രവർത്തനമാണ്, അവരുടെ വിജയമാണ് ഈ ഗ്രാമത്തിന്റെ വിജയമായി മാറിയത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. So lots of people worked together with shared dreams. Lots of people sacrificed, and eventually we have arrived here. ഒരുപാട് ആളുകൾ സ്വപ്നം കണ്ടിട്ടുണ്ടായി, അതനുസരിച്ച് ഒരുപാട് ആളുകൾ പ്രവർത്തിക്കുകയുണ്ടായി. അതിൻ്റെ എല്ലാം കൂടെയുള്ള ഒരു വിജയമാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ സാധിക്കുന്നത്. Of course, while looking at the building, one does not know who all has sacrificed. നമുക്ക് ഈ കെട്ടിടം നോക്കിയതുകൊണ്ട് ആരൊക്കെയാണ് ഇതിന്റെ പേരിൽ ത്യാഗം സഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. When one visits the village today, one sees prosperity, but one cannot see the difficulty, the suffering, the pain that has resulted in the success. നമ്മൾ ഈ ഗ്രാമത്തിൽ തന്നെ ഇപ്പോഴൊന്ന് നോക്കിയാൽ പോയൊന്നും ആർക്കും മനസ്സിലാകില്ല ഈ ഗ്രാമത്തിലെ മുൻകാല ആളുകൾ നടത്തിയ ത്യാഗവും കഷ്ടപ്പാടിൻ്റെയും ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള ഈ തൽഫലം ഉണ്ടായത് എന്ന് ആർക്കും ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവണമെന്നില്ല. This morning I was giving a speech about the idea of India. ഇന്ന് രാവിലെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് തന്നെ ഒരു പ്രസംഗം നടത്താൻ എനിക്ക് അവസരം ഉണ്ടായി മറ്റൊരു ചടങ്ങിൽ. And I said that there are two visions of India today. ഞാനവിടെ പറയുണ്ടായി, ഇന്ത്യയെക്കുറിച്ചുള്ള രണ്ട് കാഴ്ചപ്പാടുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴുണ്ട്, നമ്മുടെ രാജ്യത്തെക്കുറിച്ചുള്ള.
one vision that says India is a piece of territory, India is a map. ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഒരു ഭൂപടത്തിനകത്ത് കാണുന്ന ഒരു ഭൂപ്രദേശം എന്നുള്ള നിലയിൽ മാത്രമാണ്. Everything inside this territory is India. Things outside this territory are not India. ഈ ഭൂപ്രദേശത്തിന്റെ ഉള്ളിലുള്ള എല്ലാം ഇന്ത്യയാണ്, ഭൂപ്രദേശത്തിന് പുറത്തുള്ള ഒന്നും ഇന്ത്യ അല്ല എന്നുള്ള ഒരു സാങ്കല്പികമായിട്ടുള്ള ചിന്താഗതി. This is the vision of the BJP. ഇതാണ് നമ്മുടെ രാജ്യത്ത് BJP പോലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം കൊണ്ടുനടക്കുന്ന കാഴ്ചപ്പാട്. Our vision is different. നമ്മുടെ കാഴ്ചപ്പാട് തികച്ചും വ്യത്യസ്തമാണ്. Our vision is that India is her people. ഇന്ത്യ എന്ന് പറയുന്നത് കേവലം ഒരു ഇങ്ങനെ ഭൂപ്രദേശത്തെ മാത്രം മാറ്റി നിർത്തുന്ന ഒന്നല്ല. ഇന്ത്യ എന്ന് പറയുന്നത് ആ ഭൂപ്രദേശത്തിനകത്ത് അധിവസിക്കുന്ന ജനങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. India is the relationship between its people. ഇന്ത്യ എന്ന് പറയുന്നത് ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾ തമ്മിലുള്ള ഏറ്റവും സൗഹാർദ്ദമായിട്ടുള്ള ബന്ധമാണ് എന്നുള്ളതാണ് നമ്മുടെ കാഴ്ചപ്പാട്. So when a mother feels pain for her child, it is India feeling pain for its child. ഒരു അമ്മയ്ക്ക് തന്റെ കുട്ടിയുടെ കുറിച്ചുള്ള വേദന ഉണ്ടാകുമ്പോൾ അനുഭവപ്പെടുന്നത് പോലെയാണ് ഇന്ത്യയെക്കുറിച്ച്, ഇന്ത്യയുടെ ജനങ്ങളെക്കുറിച്ച് അവർക്കൊരു വേദന ഉണ്ടാകുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത്. When someone is successful, when a student scores very high marks and the whole house is happy, it is India that is happy. ഒരു വീട്ടില് നമ്മൾ ഉദാഹരണത്തിനെടുത്താൽ അവിടുത്തെ ഒരു കുട്ടി ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങി വിജയിച്ചാൽ ആ കുടുംബമൊട്ടാകെ സന്തോഷിക്കുന്നത് പോലെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഓരോരാളുടെയും വിജയത്തിലുള്ള നമ്മുടെ സന്തോഷത്തെ നമ്മൾ കാണേണ്ടത്. So for us, India is not a map. India is not a physical boundary. India is carried by us, the people of India, wherever we go. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്നത് കേവലം ഒരു മാപ്പ് അല്ല, അതല്ലാതെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതിർത്തി പ്രദേശം നിർണ്ണയിക്കുന്ന ഒരു ഭൂപ്രകൃതിയുമല്ല. അതിനപ്പുറം ഒരു വലിയ ആശയമാണ് ഇവിടുത്തെ ജനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. We carry it inside us. അത് നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ കൊണ്ടുനടക്കുന്നതാണ്. And it evolves every single day. അതെല്ലാ ദിവസവും നമ്മളിലേക്ക് ഉൾത്തിരിഞ്ഞു വരുന്ന ഒന്നും കൂടിയാണ്. When we talk to each other, we come up with a new way of looking at things. India has come out with a new way of looking at things. നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ, നമ്മൾ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ആശയങ്ങളുടെ ഏറ്റവും യഥാർത്ഥമായിട്ടുള്ള രൂപീകരണം നമ്മളിൽ ഉണ്ടാകുമെന്നുള്ള സംശയം വേണ്ട. When a young man from Kerala goes to the Middle East, for us, he carries India in his heart to the Middle East. നമ്മുടെ ഒരു ചെറുപ്പക്കാരൻ നമ്മൾ ഗൾഫ് നാടുകളിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം ഗൾഫ് നാട്ടിലേക്ക് പോകുന്നത് ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിന്റെ ആശയവുമായിട്ട് മനസ്സിൽ കരുതിയിട്ടാണ് അദ്ദേഹം ഗൾഫിലേക്ക് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. When he treats people with respect over there and they look at him and say, oh, these are Indian values, he is promoting India in the Middle East. അദ്ദേഹം അവിടെ പോയി മറ്റുള്ളവരോട് വളരെ ബഹുമാനപൂർവ്വം ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ അവർ പറയും, ഇതാണ് ഇന്ത്യയുടെ സംസ്കാരവും ഇന്ത്യയുടേതായിട്ടുള്ള ജീവിത രീതികളും എന്ന് അവർ പറയുക എന്നുള്ളതാണ് ഒരു യഥാർത്ഥ ഇന്ത്യയിലൂടെ നമ്മൾ കാണുന്നത്. When thousands and thousands of young girls go from Kerala as nurses to the rest of the world and they treat somebody in a hospital in Dubai, in a hospital in Tokyo, in a hospital in London, we believe that it is India treating those people. നമ്മുടെ എത്രയോ സഹോദരിമാർ, ആയിരക്കണക്കിന് സഹോദരിമാർ നഴ്സിംഗ് പഠനം നടത്തി കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ, ദുബായിലാകട്ടെ, ടോക്കിയോയിലാവട്ടെ, ലണ്ടനിലാവട്ടെ, അവർ ജോലി ചെയ്ത് അവിടെ ആളുകളെ പരിചരിക്കുമ്പോൾ നമുക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും, ഇന്ത്യയാണ് അവരെ പരിചരിക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. So that is the difference between how the RSS and the BJP views this country and how we in the Congress view this country. അതാണ് കോൺഗ്രസിന്റെ ആശയങ്ങളും RSSന്റെ ആശയങ്ങളും പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. So India is the people of this country and the relationship between the people of this country. ഇന്ത്യ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്, ആ ജനങ്ങളെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന ആശയങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ്. And all of us know that the most important relationship is that between mother and son, father and son, mother and daughter, mother, father and son.
നമുക്കറിയാം, ബന്ധങ്ങൾ എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ ബന്ധം അമ്മയും മകളും തമ്മിലുള്ളത്, അമ്മയും മകനും തമ്മിലുള്ളത്, അങ്ങനെ ഉള്ള ബന്ധങ്ങളാണ്. അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെയാണ് നമ്മുടെ ബന്ധങ്ങളുടെ ദൃഢത നോക്കിയാൽ ഏറ്റവും കരുത്തുറ്റ ബന്ധങ്ങൾ നമുക്കറിയാം. And I have a very particular view on this relationship. എനിക്ക് ഇത്തരം ബന്ധങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു പ്രത്യേക കാഴ്ചപ്പാടുണ്ട്. My view is that our parents bring us up. എൻ്റെ കാഴ്ചപ്പാട് നമ്മുടെ രക്ഷാകർത്താക്കളാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കുന്നത്. They protect us, they teach us. നമ്മളെ അവരെ സംരക്ഷിക്കും, നമ്മളെ അവർ പഠിപ്പിക്കും. And they sacrifice for us. നമുക്ക് വേണ്ടി അവർ ത്യാഗങ്ങൾ ചെയ്യും. Which means that we owe them a debt. അതിൻ്റെ അർത്ഥം നമ്മൾ അവരോട് പൂർണ്ണമായും കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്, അച്ഛനമ്മമാരോട്. And this home is the people of Kerala repaying that debt for the people who could not repay it. ഈ ഒരു ഇവിടെ എടുത്തു വരുത്തുന്ന ഈ മന്ദിരം എന്ന് പറയുന്നത്, ഈ ഭവനം എന്ന് പറയുന്നത്, അങ്ങനെ നമുക്ക് കടപ്പെട്ടിരിക്കുന്ന നമ്മൾ, അച്ഛനമ്മമാരോട് കടപ്പെട്ടിരിക്കുന്ന നമ്മൾ തീർക്കാൻ പറ്റാത്ത കടങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതീകമായിട്ടുള്ള ഒരു ഭവനമായിട്ടാണ് ഈ ഭവനത്തെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത്. And of course there might be legitimate reasons why they cannot repay that debt. ചിലപ്പോൾ അതിന് യാഥാർത്ഥ്യമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം, വസ്തുതാപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാകാം. അവർ ആ കടപ്പാടുകൾ എന്തുകൊണ്ട് കൃത്യമായ രീതിയിൽ നിർവഹിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതിന്. Maybe they are struggling, maybe they don't have enough money, maybe their job doesn't allow them to repay the debt. ചിലപ്പോൾ അവർക്ക് അതിന് സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല, അവർക്ക് അതിന് പറ്റുന്ന ജോലി ഉണ്ടാകില്ല, അതുമായി ബന്ധപ്പെട്ട് അവരെ ആകുന്ന രീതിയിൽ അവരെ കൊണ്ടുനടക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകില്ല. പദ്ധതിയാണ് ഞാൻ ഇതിലൂടെ കാണാൻ ആഗ്രഹിക്കുന്നത്. So I'm very proud of the work that you're doing. നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ എനിക്ക് ഏറെ അഭിമാനമുണ്ട് എന്ന് പറയാൻ താല്പര്യമുണ്ട്. And it is an honor for me to come here, inaugurate this function and speak to you today. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, അഭിമാനമായിട്ടാണ് തോന്നുന്നത് ഇവിടെ വരാനും ഇത് ഉദ്ഘാടനം ചെയ്യാനും നിങ്ങളോട് സംസാരിക്കാനും കഴിയുക എന്നുള്ളതിൽ. I look forward to helping this home, helping the conversations that take place inside this building, and look forward also to meeting the wonderful people who are going to be having the conversations in this building. ഈ മനോഹരമായ പ്രദേശത്ത് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ നടക്കുന്ന മനോഹരമായിട്ടുള്ള സംവാദങ്ങളിലൂടെ, സംസാരങ്ങളിലൂടെ ഒരു നല്ല നല്ല അന്തരീക്ഷം കെട്ടിപ്പടുക്കുന്നത് കാണാൻ, അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ കഴിയും എന്നുള്ളത് ഞാൻ നോക്കിക്കാണാൻ ആഗ്രഹിക്കുകയാണ്. And I would like to thank you for all the work that you do, and especially for carrying the idea of India in your heart wherever you go. ഞാൻ വളരെ പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ഇത്തരം നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതിന്, അതിലുപരിയായിട്ട് പ്രത്യേകമായിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ആശയം നിങ്ങളുടെ എല്ലാം മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനെ ഞാൻ അങ്ങേയറ്റം സന്തോഷത്തോടെ അംഗീകരിക്കുകയും നന്ദി പറയുകയും ചെയ്യുകയാണ്. There are people who confuse the idea of India with hatred. വിദ്വേഷം കൊണ്ട് ഈ ഇന്ത്യ എന്ന് പറയുന്ന ആശയത്തെ ആശയക്കുഴപ്പത്തിലാക്കുന്ന ചില ആളുകളുണ്ട്. With anger, വിദ്വേഷം കൊണ്ട്, with distrust, അതുപോലെ തന്നെ അസമാധാനം കൊണ്ട്, with violence. അക്രമം കൊണ്ട്. I'm proud that you do not confuse the idea of India with these sentiments. എനിക്ക് അഭിമാനമുണ്ട് ഇത്തരം കേന്ദ്രങ്ങളിലൂടെ അങ്ങനെ ഇത്തരം നമ്മുടെ ഇന്ത്യ എന്ന ആശയത്തെ തന്നെ വികതമാക്കാൻ ശ്രമിക്കുന്നവർക്ക് നല്ല മറുപടി കൊടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ടെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I'm proud that for you India is affection, India is protection, India is compassion. എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഇന്ത്യ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിനിവേശമാണ്, അതുപോലെ നിങ്ങൾക്കുള്ള വൈകാരികമായ ബന്ധമാണ്, നിങ്ങൾക്കുള്ള സംരക്ഷണ വലയമാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്നു എന്നുള്ളത്. And I'm very confident that the idea of India that you carry in your hearts will eventually win this battle. Thank you. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ ഇന്ത്യ എന്ന് പറയുന്ന ആശയം, നിങ്ങൾ കൊണ്ടുനടക്കുന്ന ആശയം, അതിന് ആത്യന്തിക വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. നന്ദി. It fills us
that you think highly of. नमस्कार, मैं हूं मानक गुप्ता। अगर आपको हमारा ये वीडियो पसंद आया हो तो इसे लाइक और शेयर जरूर करें, और हां, हमें सब्सक्राइब और फॉलो करना ना भूलें ताकि आप देश और दुनिया की कोई खबर मिस ना करें। तो जुड़े रहिए हमारे साथ और देखते रहिए न्यूज़ 24।